ഹായ് ഫ്രണ്ട്സ്, കെ ഫോർ നോളജ് ടിപ്സ് ആൻഡ് ഇൻഫർമേഷൻ യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ഒരു ചെറിയൊരു വിഷയമാണ്. എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഫോട്ടോസ് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ ഫയൽസ്, നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് എന്തെങ്കിലും അത് എങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാം. ഞാനിത് കാണിക്കുന്നത് ഷവോമി ഫോണുകളിൽ എങ്ങനെ നമ്മുടെ ഫയൽസ് ഹൈഡ് ചെയ്യാമെന്നാണ്, വിത്തൗട്ട് എനി തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ. ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ തന്നെ നമ്മുടെ ഫോണുകളിൽ ഫയൽസ് എങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാം എന്നതിനെ പറ്റിയാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ എൻ്റെ ഈ വീഡിയോ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നെഴുതിയിരിക്കുന്ന ചുമന്ന ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോകൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും നിങ്ങൾക്ക് ആ വീഡിയോകൾ കാണുകയും ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് എങ്ങനെ ഒരു ഫയലിനെ ഹൈഡ് ചെയ്യാം, അത് പിന്നെ ആ ഹൈഡ് ചെയ്ത ഫയൽ നമ്മൾക്ക് എങ്ങനെ കാണാൻ സാധിക്കും എന്നതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അത് മാത്രമല്ല, അതെങ്ങനെ അൺഹൈഡ് ചെയ്യാമെന്ന് കൂടെ ഞാനിവിടെ കാണിക്കാം. ഇപ്പോൾ നമ്മളൊരു ഫയൽ ഹൈഡ് ചെയ്യണം, അതായത് നമ്മുടെ ഫയൽസ് വന്ന് നമുക്ക് ഹൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം പോകുന്ന ഫയൽ മാനേജറാണ്. നമ്മുടെ മൊബൈലിൻ്റെ ഫയൽ മാനേജർ അത് ഓപ്പൺ ചെയ്യാം. ഫയൽ മാനേജർ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോസാണ് ഹൈഡ് ചെയ്യണമെങ്കിൽ വീഡിയോസ് എടുക്കാം, ഡോക്യുമെൻറ്റ്സ് ഹൈഡ് ചെയ്യണമെങ്കിൽ ഡോക്യുമെൻറ്റ്സ് എടുക്കാം, അല്ലെങ്കിൽ APK എന്നാന്ന് വെച്ചാൽ അത് വന്ന് ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഇമേജസാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇമേജസ് ഒന്ന് ഹൈഡ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോവുകയാണ്. അത് നിങ്ങളുടെ ഫസ്റ്റ് ഇമേജസ് ഹൈഡ് ചെയ്യേണ്ട ഇമേജസ് വന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ആ ഇമേജസ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ താഴെ കാണാൻ സാധിക്കും സെൻഡ്, കട്ട്, ഡിലീറ്റ്, മോർ. ആ മോർ ബട്ടൺ പ്രസ് ചെയ്യുക. മോർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹൈഡ് എന്ന് പറഞ്ഞ് കാണുവാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളോട് ചോദിക്കും ഈ ഫയൽസ് ഒന്ന് ഹൈഡ് ചെയ്യണമെന്ന്. അപ്പോൾ നമുക്ക് അത് ഹൈഡ് ചെയ്യണം എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഹൈഡ്. അപ്പോൾ ആ ഫയൽസ് വന്ന് എൻക്രിപ്റ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഇമേജസിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ സെലക്ട് ചെയ്ത ഫയൽസ് ഒന്നും കാണാൻ സാധിക്കില്ല, അതൊന്ന് ഹൈഡ് ആയിരിക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ ആ ഫയൽസ് എങ്ങനെ എവിടെ ചെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും എന്നതിനെ പറ്റിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഫയൽസ് എല്ലാം നമ്മുടെ പ്രൈവറ്റ് ഫോട്ടോസ് അത് വന്നിട്ട് ഹൈഡ് ആയിരിക്കുകയാണ്. ഇനി നമുക്കത് എവിടെ ചെന്ന് കാണുവാൻ സാധിക്കും എന്നതിനെ പറ്റിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത് സെയിം ഫയൽ മാനേജർ തന്നെയാണ്. ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ താഴേക്കൊന്ന് പുള്ള് ചെയ്യുക. താഴേക്ക് പുള്ള് ചെയ്യുമ്പോൾ റിലീസ് ടു റീഫ്രഷ് എന്ന് കാണാൻ സാധിക്കും. ഇങ്ങനെ ചെയ്താൽ അത് റീഫ്രഷ് ആവും. ഓക്കെ, നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ചുകൂടെ നല്ലവണ്ണം ഒന്ന് പുള്ള് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലോക്ക് സ്ക്രീൻ കാണുവാൻ സാധിക്കും. ഇവിടെ കാണുവാൻ സാധിക്കും ഒരു താഴിൻ്റെ ഒരു സിമ്പിൾ കാണാൻ സാധിക്കും. ഇങ്ങനെ കാണുവാൻ സാധിക്കും. അത് കാണുന്നതിന് വരെ നിങ്ങൾ താഴേക്കൊന്ന് പുള്ള് ചെയ്യുക. സ്ക്രീൻ ഒന്ന് താഴേക്ക് പുള്ള് ചെയ്യുക. ഇപ്പോൾ നിങ്ങളത് പുള്ളി ചെയ്തിട്ട് വിടുമ്പോൾ ഇപ്പോൾ ഞാനിത് സെക്യൂരിറ്റി ഇട്ടിട്ടുണ്ട്. ഇതിൽ സെക്യൂരിറ്റി ഇട്ടിരിക്കുന്നതാണ് സെക്യൂരിറ്റി ഇത് കാണിക്കുന്നത്. ഈ സെക്യൂരിറ്റിയുടെ ഒരു ഇത് സ്ക്രീനിൽ നിങ്ങൾ കാണാൻ സാധിക്കും. ഇതിവിടെ ഒന്ന് ഫിംഗർ പ്രിൻറ്റ് സ്കാനറുണ്ട്, അതേപോലെ പാറ്റേൺ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് ഇത് ഓപ്പൺ ചെയ്യണം. ഞാനിവിടെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വെച്ച് ഇത് ഓപ്പൺ ചെയ്യുകയാണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹൈഡ് ചെയ്തിരിക്കുന്ന ഫയൽസ് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് ഹൈഡ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്ത ഫയൽസാണ് ഇപ്പോൾ ഈ ഹിഡൻ ഫോൾഡറിൽ കാണാൻ സാധിക്കും. ഇതിനൊരു തേർഡ് പാർട്ടി ഒരു ആപ്ലിക്കേഷൻ ഒന്നും ആവശ്യമില്ല. റെഡ്മിയുടെ തന്നെ, അതായത് ഷവോമിയുടെ തന്നെ എല്ലാ മൊബൈലിലും ഉള്ള ഒരു ഫീച്ചറാണിത്.
ഇത് മിക്ക എല്ലാവർക്കും അറിയാമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഹൈഡ് ചെയ്ത ഫയൽസ് എല്ലാം ഇവിടെ പോയി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അത് ഇപ്പോൾ നോക്കിയതിന് ശേഷം അതേപോലെ തന്നെ തിരിച്ച് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അത് അങ്ങനെ ക്ലോസ് ആവുന്നതായിരിക്കും. വീണ്ടും നിങ്ങൾക്കത് ഓപ്പൺ ചെയ്യും, അവിടെ തന്നെ ചെന്ന് നോക്കി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇല്ല അത് വന്ന് അൺഹൈഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ ഫയൽസ് ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് അത് അൺഹൈഡ് ചെയ്യണം. ഇപ്പോൾ ഞാനിത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിത് അൺഹൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് ഇൻറ്റേർണൽ സ്റ്റോറേജിലേക്കാണോ ഇത് ഷെയർ ആകേണ്ടതെന്ന് ചോദിക്കും. നിങ്ങളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇവിടെ താഴെ അൺഹൈഡ് ക്യാൻസൽ ഓർ മോർ ഒക്കെ അടിക്കും. നിങ്ങൾ അൺഹൈഡ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഓൾറെഡി ഇൻറ്റേർണൽ ഇതിലേക്ക് ഹൈഡ് ഫോൾഡറിൽ നിന്ന് നമ്മുടെ ഗാലറിയിലേക്ക് ഓപ്പൺ ആകും. അതിൽ നമുക്ക് ഗാലറിയിൽ പോയാൽ നമുക്ക് ഫയൽസ് വീണ്ടും കാണാൻ സാധിക്കും. അത് ഇങ്ങനെ ഈ ഒരു ടെക്നിക്ക് നമ്മുടെ എല്ലാ ഷവമി ഫോണുകളിലും ഉണ്ട്. ഒട്ടുമിക്ക ആൾക്കാർക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇത് അറിയാത്തവർക്കും കൂടെ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അതേപോലെ തന്നെ ഇതൊന്ന് മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ നിങ്ങൾ ഒരിക്കലും മടി കാണിക്കരുത്. കാരണം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഇതാണ്, ഒരു ട്രിക്കാണിത്. മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ താഴെയുള്ള ആ റെഡ് ബട്ടൺ, സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന റെഡ് ബട്ടൺ പ്രസ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടി ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ കമൻസുകൾ, ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾക്ക് താഴെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഇത് നല്ലതാണോ, അല്ലെങ്കിൽ ഇത് അഴുക്കാണോ, അല്ലെങ്കിൽ ഇത് എങ്ങനെ യൂസ്ഫുള്ളാണ്, ഈ വീഡിയോ പറ്റിയുള്ള കമൻറ്റുകൾ എല്ലാം നിങ്ങൾക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ സൈനിങ് ഓഫ് ഫ്രം ഷാൻ ജോസഫ്.